അഭിഭാഷകർ പ്രതിഷേധ ദിനം ആചരിച്ചു. ശാസ്താംകോട്ട ബാർ അസോസിയേഷൻ അംഗം അഡ്വക്കേറ്റ് വിജോ വിക്ക് കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിൽ നേരിട്ട അതിക്രമത്തിൽ പ്രതിഷേധിച്ചും കോടതി വളപ്പിൽ പോലീസ് അതിക്രമം കാട്ടിയതിലും പ്രതിഷേധിച്ചാണ് അഭിഭാഷകർ പ്രതിഷേധ ദിനം ആചരിച്ചത്. കരുനാഗപ്പള്ളി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലും പ്രതിഷേധ ദിനം ആചരിച്ചു. ശാസ്താംകോട്ട ബാർ അസോസിയേഷൻ അംഗം അഡ്വക്കേറ്റ് വിജോ വിക്ക് നേരെ കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിലുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചും ശാസ്താംകോട്ട ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ കോടതി ബഹിഷ്കരണത്തിനിടെ തോക്ക്, ലാത്തി ഉൾപ്പെടെ ആയുധങ്ങളുമായി പോലീസ് കോടതി വളപ്പിൽ പ്രവേശിച്ച അതിക്രമം കാട്ടിയതിലും പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി അഭിഭാഷകർ പ്രതിഷേധ ദിനം ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലും പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു. കോടതി പരിസരത്ത് ചേർന്ന പ്രതിഷേധ യോഗം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷക വൃത്തി ചെയ്യുന്ന അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനുമായി തന്നെ ബന്ധപ്പെടേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നീതിപൂർവമായ നീതി നിഷേധത്തിനെതിരെ പടയൊരുക്കം നിർത്തുന്നതാണ് നമ്മൾ. അവിടെയെല്ലാം നമുക്കൊരിക്കലും നീതി ലഭിക്കാതെ അഭിഭാഷകരെ ഏതാണ്ട് ഒരു ക്രിമിനലിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ ആ വിജോയി എന്ന് വന്ന സുഹൃത്തിനെ ക്രൂരമായി അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിനെതിരെ, കാരണം പോലീസിനെതിരെ കേസ് കൊടുത്ത് ഒട്ടനവധി വിധി സമ്പാദിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാം. വലിയ പ്രമാണിമാരായ ഉദ്യോഗസ്ഥന് SI-മാർക്കെതിരെ എല്ലാം നമ്മൾ കേസ് നടത്തി കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ച് രൂപ വാങ്ങിച്ചുള്ള നമ്മൾ കോമ്പൻസേഷൻ വാങ്ങിച്ചുള്ളവരാണ് അഭിഭാഷകർ. ആ അഭിഭാഷകർക്കെതിരെയാണ് ഇപ്പോഴും ക്രൂരമായ വിധ്വംസക പ്രവർത്തനങ്ങൾ നമ്മൾക്കെതിരെ നടത്തുന്നത്. ഇത്തരം പ്രവൃത്തികൾക്കെതിരെ, അന്യായമായ പ്രവൃത്തികൾക്കെതിരെ നാം സംഘടിക്കുകയും സംഘടന കൊണ്ട് മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി മനു, അഡ്വക്കേറ്റ് എ സതീഷ് കുമാർ, അഡ്വക്കേറ്റ് എസ് പ്രഹ്ലാദൻ, അഡ്വക്കേറ്റ് ടി വി ഇന്ദു, അഡ്വക്കേറ്റ് എസ് ജീവൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷൈൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.